ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് യൂത്ത് എന്ന തമിഴ് മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കഥ നടക്കുന്നത് 2014 സരോജിയുടെയും ഉണ്ണികൃഷ്ണന്റെയും മകനും നമ്മുടെ നായകനുമായ പ്രവീണിന്റെ 10th ബോർഡ് എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു അന്ന്. വെളുപ്പിനെ തന്നെ സരോജ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടാണ് കെവിന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ കെവിന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് അവൻ പാസ്സാകുമെന്ന് അയാൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ക്ലാസ്സിലൊന്നും മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിരിക്കാതെ തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന പയ്യനായിരുന്നു നമ്മുടെ പ്രവീൺ. എന്നാൽ അവന്റെ അമ്മയെ സംബന്ധിച്ച് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി. തന്റെ മകനില് അവർക്ക് അത്രയധികം വിശ്വാസം ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണന്റെയും സരോജയുടെയും പ്രണയവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സരോജയുടെ വീട്ടുകാരും തന്നെ ഇവരുമായിട്ട് ഒരു സഹകരണവും ഇല്ല. കൃഷ്ണനെ പോലെ അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളെ സരോജ വിവാഹം കഴിച്ചതിന്റെ പേരിലായിരുന്നു വീട്ടുകാര് സരോജയിൽ നിന്നും അകന്നത്. വിവാഹത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് പ്രവീൺ ഉണ്ടാകുന്നത്. പ്രവീൺ ജീവിതത്തിൽ വന്നതോടുകൂടി സരോജ എപ്പോഴും അവന്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഒരു മുട്ട പൊരിച്ചാൽ പോലും ആദ്യം അവന് കൊടുക്കും. ഉണ്ണികൃഷ്ണന് പലപ്പോഴും കൊടുക്കാറില്ലായിരുന്നു. പ്രവീൺ ജനിക്കുന്നിടം വരെ സരോജ ഉണ്ണികൃഷ്ണനെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രവീണിന്റെ ജനനത്തോടുകൂടി ആ സ്നേഹം തന്റെ മകനിലേക്ക് പോയതും തന്നെ പലപ്പോഴും സരോജ ശ്രദ്ധിക്കാതിരിക്കുന്നതും ഒക്കെ ഉണ്ണികൃഷ്ണനിൽ പരിഭവത്തിന് കാരണമായി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അയാൾക്ക് സരോജയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സരോജയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആൻഡ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇയാൾ പ്രണയിച്ചിരുന്നു. പക്ഷെ ആൻഡ്രിയയ്ക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. അവള് പറയുന്ന ഇംഗ്ലീഷ് ഉണ്ണികൃഷ്ണന് മനസ്സിലാകാത്ത കാരണം ആ പ്രണയം പൊളിഞ്ഞുപോയി. അതുകൊണ്ട് എപ്പോൾ മദ്യപിച്ചിട്ട് വന്നാലും അറിയാവുന്ന ഇംഗ്ലീഷിൽ അയാൾ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. തനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും തന്നെ കളിയാക്കുന്നുവെന്നും അയാൾ പറയും. അങ്ങനെ സരോജ പോയി പ്രവീണിന്റെ റിസൾട്ട് നോക്കുമ്പോൾ അവൻ പാസ്സായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ അത് വിശ്വസിക്കാനേ പറ്റിയില്ല. മകൻ പാസ്സായില്ലെങ്കിൽ തന്റെ ബേക്കറിയിൽ അവനെ നിർത്താമെന്നാണ് ഉണ്ണികൃഷ്ണൻ കരുതിയത്. അയാൾ എപ്പോഴും അവനിങ്ങനെ പുച്ഛിക്കുന്നത് കാരണം പ്രവീണിന് അയാളോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ഇവരെപ്പോഴും വഴക്കായിരുന്നു. വേറെ ആർക്കും പ്രവീണിനെ പറ്റി ഒരു പ്രതീക്ഷയില്ലെങ്കിലും അവന്റെ അമ്മയ്ക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. 10th ക്ലാസ് വരെ അവൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ അവനെ +1 ചേർക്കാൻ സരോജ ചെല്ലുന്നു. എന്നാൽ ആ പ്രിൻസിപ്പൽ സരോജയോട് പറയുന്നുണ്ട്, ഇത്രയും കാലം തന്നെ ഇവനെ സഹിച്ചതിന്റെ പാട് ഞങ്ങൾക്കേ അറിയൂ, ഇനി ഇവിടെ തന്നെ ഇവനെ ചേർക്കാൻ പറ്റില്ല. പക്ഷെ സരോജ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തത് കാരണമാണ് അവൻ അവിടെ വീണ്ടും അഡ്മിഷൻ കിട്ടുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം അവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനെ TC കൊടുത്ത് പറഞ്ഞു വിടുമെന്ന് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. പ്രവീണിന് പഠിത്തത്തിലൊന്നും വലിയ ശ്രദ്ധയില്ലെങ്കിലും പെൺകുട്ടികളുടെ കാര്യത്തിൽ അവന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒരുപാട് പെൺകുട്ടികളെ അവന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവനോട് നോയാണ് പറഞ്ഞിട്ടുള്ളത്. അവനെ പോലൊരു പയ്യനെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരെ അവന് തോന്നി തുടങ്ങിയിരുന്നു. പ്രവീണിന് 3 ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇവർ 3 പേരുമായിരുന്നു അവൻ കാണിക്കുന്ന എല്ലാ തല്ലിപ്പൊളിത്തരത്തിനും കൂട്ടുനിന്നിരുന്നത്. ഇവരുടെ ക്ലാസ്സിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു കനകം. ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാതിരിക്കുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കുന്ന കെവിന്റെയും കൂട്ടരുടെയും പേര് പലപ്പോഴും ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് കനകമായിരുന്നു. ടീച്ചേഴ്സ് ഹോംവർക്ക് ചോദിച്ചില്ലെങ്കിൽ പോലും കനക അവരെ അത് പറഞ്ഞ് ഓർമ്മിപ്പിക്കും. അതൊക്കെ കൊണ്ട് കെവിനും കൂട്ടർക്കും കനകത്തിനോട് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കനകൻ ടീച്ചർ ഓർമ്മിപ്പിച്ചത് കാരണം ഹോംവർക്ക് ചോദിക്കുകയും ഇവർ എഴുതാത്തത് കാരണം ഇവരെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ 4 പേരും ക്ലാസ്സിന് പുറത്തു നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത ഡിവിഷനിലെ ഒരു പെൺകുട്ടിയും ടീച്ചർ വഴക്ക് പറഞ്ഞ് പുറത്തിറക്കി നിർത്തുന്നത്. അവളുടെ പേര് പ്രേക്ഷിത എന്നായിരുന്നു. സ്ഥിരമായിട്ട് പ്രേക്ഷിതയും പ്രവീണും കൂട്ടരും ഇങ്ങനെ പുറത്തു തന്നെ നിൽക്കുന്നത് കാരണം ഇവർ തമ്മിൽ പരസ്പരം പരിചയപ്പെടുന്നു. പ്രവീണിന് പ്രേക്ഷിതയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പലപ്പോഴും പുറത്തു നിൽക്കുന്ന സമയത്തെല്ലാം അവൻ അവൾക്ക് സ്നാക്സ് കൊണ്ട് കൊടുക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ പ്രേക്ഷിത മാത്രമേ പുറത്തുണ്ടാകൂ. അപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പ്രവീൺ തന്റെ കൂട്ടുകാരുടെ കൂടെ പുറത്തിറങ്ങും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രവീൺ ആകട്ടെ അവളോട് പറയുന്നുണ്ട്, പുറത്തിങ്ങനെ നിൽക്കാതെ നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാമെന്ന്. എന്നാൽ അവന്റെ കൂട്ടുകാര് പറയുന്നു, നീ വിളിച്ചാലൊന്നും അവള് വരില്ലാന്ന്. പക്ഷെ പ്രവീൺ പ്രതീക്ഷിക്കാതെ അവൾ അവന്റെ കൂടെ ചെല്ലുന്നു. അവൾക്ക് എഗ് പപ്സ് വളരെ ഇഷ്ടമായിരുന്നു. തന്റെ അച്ഛന്റെ ബേക്കറിയിൽ നിന്ന് ഞാൻ നിനക്ക് സ്ഥിരമായിട്ട് ഇത് കൊണ്ടുതരാമെന്ന് പ്രവീൺ പറയുന്നു. അങ്ങനെ പ്രത്യേകം അച്ഛന്റെ ബേക്കറിയിൽ പറഞ്ഞു ചെയ്യിപ്പിച്ച് ഹൃദയാകൃതിയിലുള്ള പപ്സ് വരെ അവൻ അവൾക്ക് കൊണ്ടുകൊടുക്കുന്നുണ്ട്. പ്രവീൺ പതിയെ അവളെ പ്രണയിക്കാൻ ആരംഭിച്ചിരുന്നു. പ്രേക്ഷിതയ്ക്കും തന്നെ ഇഷ്ടമാണെന്നാണ് അവനും വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉണ്ണികൃഷ്ണന്റെ അടുത്ത് സരോജ പറയുന്നുണ്ട്, തന്റെ സഹോദരന്റെ വീടിന്റെ പാലുകാച്ചിന് ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. അവരുടെ വീട്ടിലെ ഡ്രൈവറിന്റെ കയ്യിലാണ് കൊടുത്തുവിട്ടത്. മുറപ്രകാരം വന്ന് വിളിച്ചതൊന്നുമില്ലെന്നറിഞ്ഞതോടെ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്, പോകേണ്ട കാര്യമുണ്ടോന്ന്. അവര് തിരക്കായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വിളിച്ചത്. എന്താണെങ്കിലും കുറെ നാളുകൾക്ക് ശേഷം അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ക്ഷണം ഉണ്ടായതല്ലേ, നമുക്ക് എന്തായാലും പോകണമെന്ന് പറയുന്നു. സരോജയ്ക്ക് സന്തോഷമാകട്ടെ എന്ന് കരുതിയിട്ട് ഉണ്ണികൃഷ്ണൻ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി സരോജയും കൂട്ടി സരോജയുടെ ബ്രദറിന്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ശരിക്കും അവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വിളിച്ചതെന്ന്. ഇവരോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരെയും സ്വീകരിക്കുകയും അവരുടെ കൂടെ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഒരു ക്ഷണക്കത്ത് പോലും അയക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ സരോജയോട് പറയുന്നു. അവിടെ നിന്നും തിരിച്ചെത്തി സരോജയാകട്ടെ ഒരുപാട് സങ്കടത്തിലായിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ സരോജയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ നിനക്ക് നിന്റെ സ്വന്തക്കാരെല്ലാം നഷ്ടപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ അതുപോലെ വലിയ വീട്ടില് നല്ലൊരാളുടെ വൈഫൊക്കെ ആയിട്ട് നിനക്ക് താമസിക്കാമായിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞപ്പോൾ സരോജ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ലൈഫിന്റെ ആവശ്യമില്ലാന്ന്. ഉണ്ണികൃഷ്ണന്റെ കൂടെയുള്ള ലൈഫിൽ സരോജ നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. നമുക്കിപ്പോൾ അത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ മകൻ നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നല്ല സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ സമയം പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാതെ പ്രവീണാകട്ടെ പ്രേക്ഷിതയുടെ എങ്ങനെ പ്രണയം തുറന്നു പറയുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയം പ്രേക്ഷിതയാകട്ടെ അവനോട് വന്ന് പറയുന്നുണ്ട്, എല്ലാവരും നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി സ്കൂളിൽ വെച്ച് നീ എന്നോട് സംസാരിക്കേണ്ട എന്ന്.
അത് കേട്ടതോടെ പ്രവീണിന് മനസ്സിലായി താൻ അവളെ പ്രണയിക്കുന്ന പോലെ അവളെ തന്നെ പ്രണയിക്കുന്നില്ല എന്ന്. അവൻ തന്റെ ഫ്രണ്ട്സിനോട് ആ വിഷമമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പ്രേക്ഷിത അങ്ങനെ പറഞ്ഞത് കാരണം അന്ന് സ്കൂളിൽ വെച്ചിട്ട് അവൻ പിന്നെ അവളോട് മിണ്ടാനും പോയില്ല. സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ പ്രേക്ഷിത തന്റെ ഫ്രണ്ട് അനുവിന്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയം മണി എന്നും മുകേഷ് എന്നും പറയുന്ന രണ്ടുപേർ അവിടേക്ക് വരുന്നു. ഈ മണിക്ക് പ്രേക്ഷിത ഇഷ്ടമാണ്. മണി കോളേജിൽ പഠിക്കുന്ന പയ്യനായിരുന്നു. പ്രേക്ഷിതയുമായിട്ടുള്ള അവന്റെ ലവ് എങ്ങനെയെങ്കിലും സെറ്റാക്കി കൊടുക്കാൻ മണി അനുവിനോടാണ് പറയുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രണയം സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ മണിയുടെ ഫ്രണ്ട് മുകേഷുമായിട്ട് അനുവിന്റെ പ്രണയവും സെറ്റാകും. കാരണം അനുവിന് മുകേഷിനെ ഇഷ്ടമാണ്. അത് കാരണം മുകേഷിനെ സ്വന്തമാക്കാൻ പ്രേക്ഷിതയും മണിയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അനു പോയി പ്രേക്ഷിതയോട് സംസാരിക്കുന്നു. മണിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അനു പ്രേക്ഷിതയോട് പറഞ്ഞതും പ്രേക്ഷിത പറയുന്നുണ്ട് എനിക്ക് അവനെയൊന്നും ഇഷ്ടമല്ല എന്ന്, എനിക്ക് ഓൾറെഡി വേറെ ആളുണ്ടെന്ന്. അതാരാണെന്ന് അനു ചോദിക്കുമ്പോൾ പ്രേക്ഷിത പറയുന്നുണ്ട് തനിക്ക് ഇഷ്ടം പ്രവീണിനെയാണെന്ന്. ഈ സംഭവം അനു അതുപോലെ പോയി മണിയുടെ അടുത്ത് പറഞ്ഞു. മണിയും മുകേഷും കൂടി പ്രവീണിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പ്രേക്ഷിതയ്ക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത്, നീ ഒരു കാരണവശാലും അവളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആകാൻ പാടില്ല എന്ന്. ആ സമയമാണ് പ്രവീണിന് മനസ്സിലാകുന്നത് പ്രേക്ഷിതയ്ക്ക് ശരിക്കും തന്നെ ഇഷ്ടമാണെന്ന്. അവൻ പോയി പ്രേക്ഷിതയോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു. അപ്പോഴാണ് പ്രേക്ഷിത പറയുന്നത് സ്കൂളിൽ ഒരു സംസാരം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടാണ് അവിടെ വെച്ച് നീ എന്നോട് മിണ്ടാൻ വരണ്ടെന്ന് പറഞ്ഞത്, പക്ഷെ എനിക്ക് ഓൾറെഡി നിന്നെ ഇഷ്ടമാണെന്ന്. അവൾ അവനോട് ഐ ലവ് യു എന്നും പറയുന്നു. അതോടെ നമ്മുടെ പ്രവീൺ ഒരുപാട് ഹാപ്പിയായി. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് കാണുകയും പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ ആയതോടുകൂടി അനു ആകെ സങ്കടത്തിലായി. അനു തന്റെ ഫ്രണ്ട് നവ്യോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും പ്രേക്ഷിതയും പ്രവീണിനെയും തമ്മിൽ അകറ്റണം. പ്രേക്ഷിതയെ മണിക്ക് സെറ്റാക്കി കൊടുത്തെങ്കിൽ മാത്രമേ മണിയുടെ ഫ്രണ്ട് മുകേഷ് എന്റെ കൂടെ റിലേഷൻഷിപ്പിലാകൂ. അങ്ങനെ ഇവരെ തമ്മിൽ എങ്ങനെ അകറ്റാമെന്ന് നവ്യ അനുവും പ്ലാൻ ഇടുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് മണിയും മുകേഷും ചേർന്നിട്ട് പ്രവീണിനെ ഭീഷണിപ്പെടുത്താൻ ഒന്നുകൂടി വരുന്നുണ്ട്. എന്നാൽ ആ സമയം പ്രവീണിന്റെ സുഹൃത്താകട്ടെ ഇവരെ എല്ലാവരെയും അടിക്കുന്നു. അവൻ അത്യാവശ്യം കരോട്ടയൊക്കെ അറിയാമായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഇവർ തമ്മിൽ പിരിയുന്നില്ല എന്ന് കണ്ടതോടുകൂടി അനുവിന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് പ്രേക്ഷിതയാകട്ടെ പ്രവീണിനോട് പറയുന്നുണ്ട് ഒരാഴ്ചത്തേക്ക് താൻ ലീവായിരിക്കുമെന്ന്. ഇനി കൾച്ചറൽ പ്രോഗ്രാമിന്റെ അന്ന് മാത്രമേ താൻ വരൂ. ഗ്രാമത്തിലുള്ള തന്റെ പാർട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരാഴ്ചത്തേക്ക് പോകുന്നത്. നിന്നെ വിളിക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരിക്കും, പക്ഷെ ഫേസ്ബുക്കിൽ ഞാൻ മെസ്സേജ് അയക്കാമെന്ന് അവൾ പറയുന്നു. തമ്മിൽ കാണാതിരിക്കുന്നത് കാരണം അവൻ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രേക്ഷിത ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മെസ്സേജിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പ്രവീൺ. അവൻ ഇടയ്ക്കിടയ്ക്ക് അടുത്തുള്ള കഫേയിൽ വന്ന് ഫേസ്ബുക്ക് ചെക്ക് ചെയ്യും. എന്നാൽ അവളുടെ മെസ്സേജ് ഒന്നും വന്നില്ല. പക്ഷെ പകരം ഒരു പെൺകുട്ടിയുടെ റിക്വസ്റ്റ് വന്നു. സോനൽ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ഇങ്ങോട്ട് വന്നൊരു റിക്വസ്റ്റ് കണ്ടപ്പോൾ അവന്റെ ഫ്രണ്ട്സും കൂടെ പറഞ്ഞത് കാരണം അവൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഇന്നേ വരെ അവൻ അങ്ങോട്ട് അയച്ച മെസ്സേജ് പോലും ആരും നോക്കാറില്ലായിരുന്നു. അപ്പോഴാണ് അവനെ തേടി ഒരു പെൺകുട്ടി വന്നിരിക്കുന്നത്. ഞാനും നിന്റെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്, കുറച്ച് കാലമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് സോനൽ പറയുന്നു. ഇത് ഏത് പെൺകുട്ടിയാണെന്ന് അവന് മനസ്സിലായില്ല. നീ പറയുന്നത് സത്യമാണെങ്കിൽ നാളെ ക്യാൻറ്റീനിലേക്ക് വരണമെന്ന് പ്രവീൺ സോനലിന് മെസ്സേജ് അയക്കുന്നു. എന്നാൽ ഇവന്റെ കൂട്ടുകാരെല്ലാം ഇവനോട് പറയുന്നത് അത് ഏതെങ്കിലും പയ്യന്മാരായിരിക്കും നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. കാരണം സോനലിന്റെ ഒരു പിക്ചറും അതിലുണ്ടായിരുന്നില്ല. പേര് മാത്രം കണ്ടിട്ടാണ് അവൻ പെൺകുട്ടിയാണെന്ന് ഉറപ്പിച്ചത്. പിറ്റേന്ന് ക്യാൻറ്റീനിൽ ഇതിന്റെ പേരും പറഞ്ഞ് കൂട്ടുകാരുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവരെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സോനൽ അവിടേക്ക് വരുന്നത്. പ്രവീണിന് അവളെ കണ്ടതും വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾ നല്ല സുന്ദരിയായിരുന്നു. ഇങ്ങനെ ഒരു പെൺകുട്ടി താൻ അറിയാതെ തന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞതോടുകൂടി പ്രവീൺ ആ നിമിഷം ഒരുപാട് സന്തോഷിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ സോനലാകട്ടെ അവനോട് പറയുന്നുണ്ട് ഫേസ്ബുക്ക് ഡീപ്പിലുള്ളതിനേക്കാൾ നീ നേരിട്ട് കാണാൻ ഒരുപാട് സുന്ദരനാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന്. പ്രവീൺ സോനലിനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് നീ ഓൾറെഡി പ്രേക്ഷിതയുമായിട്ട് പ്രണയത്തിലല്ലേ, അവൾ ഗ്രാമത്തിൽ പോയിരിക്കുന്നു എന്ന് കരുതിയിട്ട് നീ എന്തിനാ ഇപ്പൊ സോനലുമായിട്ട് കറങ്ങി നടക്കുന്നതെന്ന്. എന്നാൽ താൻ അതൊന്നും മറന്നിട്ടില്ല എന്നും സോനലിന്റെ അടുത്ത് ഞാൻ ഇതുവരെയും എനിക്ക് അവളെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു. പക്ഷെ അവളോട് നീ എന്താ നോ പറയാത്തെന്ന് ആ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ പ്രവീൺ പറയുന്നുണ്ട് എനിക്ക് അവളോട് നോ പറയാൻ പറ്റുന്നില്ല എന്ന്. ഒരുപാട് പെൺകുട്ടികളുടെ നോ കേട്ടിട്ടുള്ളതാ ഞാൻ, അത് എത്രത്തോളം വിഷമം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെട്ടെന്ന് നോ പറയാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ പതിയെ കൊണ്ട് പറഞ്ഞോളാമെന്നാണ് പ്രവീൺ പറയുന്നത്. പ്രേക്ഷിത പോലും പ്രവീണിനെ സോനൽ നോക്കുന്ന പോലെ നോക്കിയിട്ടില്ല. സോനലിന്റെ കണ്ണിൽ ഞാൻ ഒരുപാട് പ്രണയം കാണുന്നുണ്ടെന്നൊക്കെ പ്രവീൺ പറയുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കൾച്ചറൽ പ്രോഗ്രാമിന്റെ അന്ന് പ്രേക്ഷിത തിരിച്ചെത്തി. നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പ്രേക്ഷിത പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സോനൽ വന്ന് പ്രവീണിനെ വിളിക്കുന്നുണ്ട്. അതെന്റെ ഫ്രണ്ടാണെന്ന് പ്രവീൺ പറയുന്നുണ്ട്. എന്നാ നീ പോയി സംസാരിച്ചിട്ട് വരാൻ പ്രേക്ഷിത പറയുന്നു. അങ്ങനെ പ്രവീൺ സോനലിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന അനുവും നവ്യാകട്ടെ പ്രേക്ഷിതയോട് വന്ന് പറയുന്നുണ്ട് ആ നിൽക്കുന്ന പ്രവീണും സോനലും തമ്മിൽ നല്ല മാച്ച് ആണെന്ന്. അവരെ കണ്ടിട്ട് ഫ്രണ്ട്സ് ആണെന്നൊന്നും തോന്നുന്നില്ല, നീയും പ്രവീണും തമ്മിൽ അത്ര മാച്ച് ഒന്നുമില്ല, പ്രവീണിന്റെ ചേച്ചിയായിട്ട് നിന്നെ കണ്ടാ തോന്നുന്നു. ചിലപ്പോ അവന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരിക്കാം നിന്നെ വിട്ടിട്ട് സോനലിന്റെ കൂടെ സെറ്റാകാമെന്ന്. അങ്ങനെ എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്റെ കാര്യം വളരെ കഷ്ടമാണെന്ന് പറയുന്നു. ഇവരിങ്ങനെ പറഞ്ഞതോടുകൂടി പ്രേക്ഷിതയും ആ ഒരു രീതിയിൽ അവരെ രണ്ടുപേരെയും നോക്കുന്നു. അവര് വളരെ ക്ലോസ് ആയിട്ട് നിന്നായിരുന്നു സംസാരിക്കുന്നത്. എന്നാലും പ്രവീൺ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് പ്രേക്ഷിത വിശ്വസിക്കുന്നത്. പിറ്റേന്ന് പ്രവീണും കൂട്ടരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ക്ലാസ്സിലുള്ള സോനലാകട്ടെ പ്രവീണിനെ കാണാൻ അവിടേക്ക് വരുന്നു. അവൻ കൊണ്ടുവന്ന ഫുഡ് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും തന്റെ കയ്യിൽ പെയിന്റ് ആണ് എന്റെ വായിൽ വെച്ചു തരുമോ എന്ന് അവള് ചോദിച്ചതും അവന്റെ ഫ്രണ്ട്സ് എല്ലാം പ്രവീണിനെ തന്നെ നോക്കിയായിരുന്നു. അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ പ്രവീണാകട്ടെ സോനലിന് ആഹാരം വാരി കൊടുക്കുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ജനലിന് പുറത്ത് പ്രേക്ഷിത നിൽപ്പുണ്ടായിരുന്നു.
നവ്യനോ അവളോട് പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നോട് പറഞ്ഞു തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അവൻ നിന്നെ എന്തായാലും ചതിക്കുമെന്ന്. ദേഷ്യം വന്ന പ്രേക്ഷിതയാകട്ടെ പ്രവീണിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നീ ആ സോനലിന് ആഹാരം വാരിക്കൊടുത്തുവെന്ന്. ആ ചെയ്തു എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ ആകെ ദേഷ്യത്തിലായി. എന്നാൽ അവൻ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ സോനലുമായിട്ട് അങ്ങനെയൊന്നും ഇല്ലാന്ന്. പ്രേക്ഷിത അവനോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് അതുപോലെ വാരി തരാൻ. അവൻ അവൾക്കും അതുപോലെ വാരി കൊടുക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർക്കൊക്കെ വാരി കൊടുക്കുന്നത്? ഞാനിതുപോലെ ഏതെങ്കിലും പയ്യന്മാർക്ക് ആഹാരം വാരി കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ അല്ലാന്ന് പ്രവീൺ പറയുന്നു. ഇനി നീ സോനലുമായിട്ട് സംസാരിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ലാന്ന് അവള് പറയുന്നു. ഞാൻ സംസാരിക്കില്ല എന്ന് പ്രവീണും പറയുന്നു. പോകുന്നതിന് മുമ്പ് പ്രേക്ഷിത പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഓൾറെഡി ആ പെമ്പിള്ളാരൊക്കെ എന്നോട് മോശം പറയുന്നത്, പക്ഷെ നീ അങ്ങനൊന്നും അല്ലാന്ന് എനിക്കറിയാമെന്ന്. തങ്ങളെക്കുറിച്ചാണ് പ്രേക്ഷിത അവനോട് പറഞ്ഞതെന്ന് അനുവിനും നവ്യയ്ക്കും മനസ്സിലായി. അങ്ങനെ അനുവിന്റെ നവ്യയുടെ ഈ പ്ലാന് ഫെയിലായി. ഇവർ തമ്മിൽ പിരിഞ്ഞില്ല. സോനലിനോട് സംസാരിക്കണമെന്ന് പ്രേക്ഷിത പറഞ്ഞത് കാരണം അന്ന് രാത്രി തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു റോഡിൽ വെച്ചിട്ട് സോനലിനെ കാണാൻ പ്രവീൺ തീരുമാനിച്ചു. സോനലിനോട് നോ പറയാനായിരുന്നു അവന്റെ തീരുമാനം. വളരെ കഷ്ടപ്പെട്ട് അവളുടെ അടുത്ത് പോയി നോ പറയാൻ തുടങ്ങിയതും അവളാകട്ടെ അവനെ തന്നോട് ചേർത്ത് പിടിച്ചിട്ട് ഇനി നിനക്ക് പറയാനുള്ളത് പറയാൻ പറയുന്നു. അവളുടെ ലിപ്പ് അവന്റെ ലിപ്പിന്റെ അടുത്ത് തന്നെയായിരുന്നു. ആ നിമിഷം പ്രവീണിന് ഒന്നും പറയാൻ തോന്നിയില്ല. അവൻ പെട്ടെന്ന് ബാക്കിലേക്ക് മാറി. പിന്നെയും ധൈര്യം സംഭരിച്ച് അവളോട് നോ പറയാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. ആ ഒരു ഷോക്കിൽ അവൻ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷെ ആ സമയം അത് കണ്ടുകൊണ്ട് അവിടേക്ക് അനുവും നവ്യം വരുന്നുണ്ട്. നിന്റെ കള്ളത്തരം ഞങ്ങൾ കൈയോടെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നെന്ന് പ്രവീൺ ചോദിക്കുമ്പോഴാണ് ഇവരുടെ ബാക്കിലായിട്ട് പ്രേക്ഷിത വരുന്നത് കാണുന്നത്. പ്രവീണിനെയും സോനലിനെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് പ്രേക്ഷിതയാകട്ടെ ആകെ തകർന്നു പോയി. അനുവും നവ്യം പറഞ്ഞത് ശരിയാണെന്ന് അവൾ വിശ്വസിച്ചു. പ്രവീണ് അവളോട് നീ വിചാരിക്കുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാൻ ചെന്നെങ്കിലും പ്രേക്ഷിത പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ നിന്നെ കുറിച്ച് ഒരുപാട് മോശം പറഞ്ഞിട്ടും ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു, പക്ഷെ നീ എന്നെ ചതിച്ചു. എന്നാൽ പ്രവീൺ പറയുന്നുണ്ട്, നീ എന്നെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ലെന്ന്. അവൾ എന്നെ കുറെ നാളായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ അവളോട് ഇതുവരെ യെസ് പറഞ്ഞിട്ടില്ല. നിന്റെ ആ ഫ്രണ്ട്സ് പറയുന്ന കേട്ടിട്ട് നീ എന്നെ ഓൾറെഡി തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയല്ലേ. ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. എന്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തവണ പോലും നിന്നെ ചതിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഇന്ന് അവളോട് നോ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അവളാണ് എന്നെ കെട്ടിപ്പിടിച്ചത്. അവൻ അങ്ങനൊക്കെ പറഞ്ഞതോടുകൂടി യേശയ്ക്ക് ആകെ സങ്കടമായി. പക്ഷെ നിനക്കിനി ഒരു ചാൻസ് ഞാൻ തരില്ല എന്നും എന്നെ ഇത്രയധികം തെറ്റിദ്ധരിച്ച ഇത്രയധികം വിശ്വാസമില്ലാത്ത നിന്റെ കൂട്ട് റിലേഷൻഷിപ്പിലാകുന്നതിനേക്കാൾ നല്ലത് കുറെ കാലങ്ങളായിട്ട് ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്ന സോനലിനെ തന്നെ ഞാൻ സ്വീകരിക്കുന്നതാണെന്ന്. അങ്ങനെ അവൻ തിരിഞ്ഞ് സോനലിനെ വിളിക്കുമ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവനൊരു വലിയ സത്യം മനസ്സിലാക്കുന്നത്. ഈ സോനല് അനുവിന്റെയും നവ്യയുടെയും ഫ്രണ്ടായിരുന്നു. പ്രേക്ഷിതയും പ്രവീണിനെ അകറ്റാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ പ്ലാനിംഗ് ആയിരുന്നു ഇതെല്ലാം തന്നെ. അല്ലാതെ സോനലിന് പ്രവീണിനോട് ഇഷ്ടമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രവീണിന്റെ കാര്യം ഇപ്പൊ കഷ്ടത്തിലായി. ഉണ്ടായിരുന്ന പ്രേക്ഷിതയും പോയി. അവൻ പ്രതീക്ഷ സോനലും അവനെ ഉപേക്ഷിച്ചു. പ്രവീൺ എല്ലാ പെൺകുട്ടികളോടും ഇങ്ങനെയാണ് കാണിക്കുന്നതെന്നും അവനെ സ്നേഹിക്കാൻ കൊള്ളാന്നും ഒക്കെ അനുവും കൂട്ടരും പ്രേക്ഷിതയോട് പറയുന്നുണ്ട്. നിന്നെ ചതിച്ച സ്ഥിതിക്ക് നീ എന്തായാലും അവനെ അടിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഇവരെല്ലാം പറയുന്ന കേട്ടിട്ട് ദേഷ്യത്തിൽ പ്രേക്ഷിത വന്ന് പ്രവീണിന്റെ മുഖത്തടിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് ആ റോഡിലൂടെ അവന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ വരുന്നത്. പ്രേക്ഷിത അവന്റെ മുഖത്തടിക്കുന്നത് അയാളും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പെൺകുട്ടികളും പ്രവീണിനെ ഇട്ടിട്ട് പോയതിനേക്കാൾ അവന് വിഷമം പെമ്പിള്ളാരുടെ കയ്യിൽ നിന്ന് അവൻ അടി വാങ്ങിക്കുന്നത് അവന്റെ അച്ഛൻ നേരിട്ട് കണ്ടതായിരുന്നു. വീട്ടിലെത്തി അവനാകട്ടെ ആകെ ടെൻഷനിലായിരുന്നു. അമ്മയുടെ അച്ഛൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ച്. എന്നാൽ അമ്മയുടെ സംസാരത്തിൽ നിന്ന് അവന് മനസ്സിലായി അവന്റെ അച്ഛൻ ഇതൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ അതിനുശേഷം അവന്റെ അച്ഛനാകട്ടെ അവനെ പല രീതിയിലും പേടിപ്പിക്കാൻ തുടങ്ങി. അയാള് പറയുന്ന പല ജോലികളും ചെയ്തില്ലെങ്കിൽ റോഡിൽ വെച്ച് നടന്ന കാര്യം നിന്റെ അമ്മയെ അറിയിക്കുമെന്ന് പറയുന്നു. അതോടെ അവൻ ഒന്നും മിണ്ടാതെ അവന്റെ അച്ഛൻ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അയാൾ അവനെ കൊണ്ട് തന്റെ വണ്ടി കഴിപ്പിക്കുകയും ബേക്കറിയിൽ പണിയെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തന്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ആ സോനലാണെന്നായിരുന്നു പ്രവീണിന്റെ മനസ്സിൽ. അതുകൊണ്ട് അവൾക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് അവൻ ചിന്തിച്ചിരുന്നു. അതിനിടയ്ക്കാണ് അവരുടെ സ്കൂളിൽ നിന്ന് എല്ലാവരും ആലപ്പുഴയ്ക്ക് ടൂറ് പോകുന്നത്. ടൂറ് പോകുന്ന സമയത്തെല്ലാം തന്നെ സോനലിനെയും പ്രേക്ഷിതയും അവരുടെ ഫ്രണ്ട്സിനെ എല്ലാം തന്നെ പ്രവീണും കൂട്ടരും ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേയിരുന്നു. പ്രവീണിന്റെയും കൂട്ടരെയും ശല്യം സഹിക്കവയ്യാതെ സോനലിന് ആ ടൂർ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം രാത്രി അവളിരുന്ന് കരയുന്ന കണ്ടിട്ട് അതുവഴി പോയ കനകവല്ലിയാകട്ടെ അവളോട് കാര്യം അന്വേഷിക്കുന്നു. പ്രവീണും കൂട്ടരും തന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞതും കനകം പോയി പ്രവീണിനോട് വഴക്കുണ്ടാക്കുന്നു. എന്നാൽ പ്രവീൺ പറയുന്നുണ്ട്, അവൾ എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അവൾ എന്തൊക്കെ ചെയ്താലും ശരി, ഒരു പെൺകുട്ടി ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല എന്നാണ് കനകം പറയുന്നത്. അങ്ങനെ കനകവുമായിട്ടും പ്രവീൺ വഴക്കിടുന്നു. അവരുടെ +1 ജീവിതം കഴിഞ്ഞു. +2ലേക്ക് കടക്കുകയാണ്. പ്രിൻസിപ്പൽ ഈ തവണ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെല്ലാം TC കൊടുത്ത് പറഞ്ഞു വിടുമെന്ന് പറയുന്നു. ക്ലാസ്സിലത്തെ പ്രവീണും കൂട്ടരും അതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കിയായിരുന്നു. ആ സമയത്ത് കനകു ആകട്ടെ അവനോട് പറയുന്നുണ്ട്, ഈ ക്ലാസ്സിൽ നിങ്ങൾ മാത്രമല്ല ഉള്ളത്, ഞങ്ങളും കുറച്ചു പേരുണ്ടെന്ന്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, മിണ്ടാതിരിക്കാൻ. തന്നോട് അങ്ങനെ ആരെങ്കിലും മിണ്ടാതിരിക്കാൻ പറയുന്നത് പ്രവീണിന് ഇഷ്ടമായിരുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നതാകട്ടെ അവള് തന്റെ അച്ഛന്റെ ഫോട്ടോ എല്ലാവരെയും കാണിക്കുന്നതായിരുന്നു. അയാളുടെ തലയിൽ മുടിയുണ്ടായിരുന്നില്ല. അവൻ അതും പറഞ്ഞ് അവളെ കളിയാക്കുന്നു. തന്റെ ഫ്രണ്ട്സിനോടും അത് പറയുന്നു. പ്രവീണിന്റെ ഫ്രണ്ട്സും വന്ന് അവളെ ഒരുപാട് കളിയാക്കുന്നതോടുകൂടി അവൾ കരയാൻ തുടങ്ങി. ക്ലാസ്സിൽ സാറ് വന്നപ്പോഴും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതോടെ പ്രവീണും കൂട്ടരും ആകെ ടെൻഷനിലായി. സാറിനോടങ്ങനെ ഇവൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രിൻസിപ്പലിന്റെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടും. എന്നാൽ സാറ് ചോദിച്ചപ്പോൾ പ്രവീണിനെയും കൂട്ടരെയൊന്നും കാട്ടിക്കൊടുക്കാതെ എന്താ സംഭവിച്ചതെന്നും പറയാതെ അവള് പറയുന്നത് തനിക്ക് തലവേദനയാണ്, മെഡിക്കൽ റൂമിൽ പോകണമെന്നാണ്. അത് കേട്ടപ്പോഴാണ് പ്രവീണിനും കൂട്ടർക്കും കുറച്ച് സമാധാനമായത്. അപ്പോൾ മുതൽ അവന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം തന്നെ അവൾ കാട്ടിക്കൊടുക്കാതിരുന്നതെന്ന്. അവൾക്ക് വേണമെങ്കിൽ സാറിനോട് പറഞ്ഞ് ഇവർക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് വാങ്ങിക്കൊടുക്കാമായിരുന്നു. അവളുടെ മനസ്സിൽ തന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടായോണ്ടായിരിക്കാം അവൾ അങ്ങനെ ചെയ്തതെന്ന് കരുതിയിട്ട് പലതവണ അവളോട് സംസാരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. നീ എന്താ ശരിക്കും എന്നെ കാട്ടിക്കൊടുക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് കനകത്തിനെ അവൻ മറ്റൊരു രീതിയിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവന്റെ മനസ്സ് നിറയെ അവളോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അവൾ അറിയാതെ അവളുടെ ബാഗിൽ നിന്നും അവളുടെ ഫോട്ടോ എടുക്കുന്നു. അവളുടെ അച്ഛന് മുടി വെച്ച് കൊടുക്കാൻ പറ്റിയ പല ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന് അവളോട് പറയുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അവനോട് ദേഷ്യപ്പെട്ടു പോകും. എന്നാൽ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് അവൻ പിറകെ പോകാൻ തുടങ്ങി. സ്കൂൾ വെച്ച് പല കാര്യത്തിനും അവൾ ചോദിക്കാതെ തന്നെ അവൻ പോയി അവളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതോടുകൂടി പതിയെ കനകത്തിനും അവനോട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. ഒരു ദിവസം അവളാകട്ടെ അവനോട് ഹെൽപ്പ് ചോദിക്കുന്നു. തനിക്കൊരു നോൺ വെജ് ബിരിയാണി വാങ്ങിക്കൊണ്ടിരാൻ പറയുന്നു. നീ വെജിറ്റേറിയൻ അല്ലേ, പിന്നെന്തിനാ നോൺ വെജ് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് വീട്ടിൽ അനുവദിക്കില്ല, പക്ഷെ എനിക്കിത് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമാണെന്ന്. അവനിത് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു. എന്നാൽ ഇത് മുഴുവൻ ഞാൻ കഴിക്കില്ല, നമുക്കിത് ഷെയർ ചെയ്യാമെന്ന് അവള് പറയുന്നു. എങ്ങനെ ഇത് കഴിച്ചു തുടങ്ങണ്ടേന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഓരോ ഡിഷും എടുത്തിട്ട് ഇങ്ങനെയാണ് കൂട്ടിക്കൊഴിച്ച് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവളുടെ നേരെ ഒരു ഉരുള അവൻ നീട്ടുകയായിരുന്നു. അവളും അതുകൊണ്ട് പെട്ടെന്ന് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്നാൽ പതിയെ അവൻ താഴേക്ക് തന്നെ ഇട്ടു. നീ തന്നെ കഴിക്കാൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഷെയർ ചെയ്തത് കഴിച്ചു. പതിയെ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി മാറി. ഒരു ദിവസം ഇവരുടെ സ്കൂളിൽ ഒരു സ്റ്റാഫ് മരിച്ചത് കാരണം അവർക്ക് ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ അവധിയായിരുന്നു. കനകത്തിന്റെ കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവീൺ ഒരു കള്ളം പറയുന്നു. തന്റെ അമ്മയുടെ പിറന്നാളാണെന്ന്, നീ വീട്ടിലേക്ക് വരണം, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുമെന്ന്. എന്നാൽ താൻ മാത്രമാക്കണ്ട, ഫ്രണ്ട്സിനെ എല്ലാവരും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കനകം ബാക്കി എല്ലാവരെയും വിളിച്ചു. അവന്റെ അമ്മയുടെ പിറന്നാള് അന്നല്ലാഞ്ഞിട്ട് പോലും കനകത്തിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം ഒരു പിറന്നാളിന്റെ സെലിബ്രേഷൻ എല്ലാം അവിടെ നടത്തുന്നു. എന്നിട്ട് അവൻ കടയിൽ പോയി കുറെ ജ്യൂസൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. കനകത്തിന് എല്ലാ ജ്യൂസും കൊടുക്കണമെന്ന് അവൻ അമ്മയോട് പറയുന്നു. ബാക്കി എല്ലാവർക്കും ഏതെങ്കിലും ഒരു ടൈപ്പ് കൊടുത്താൽ മതി. കനകത്തിനോട് പ്രവീൺ കാണിക്കുന്ന ഈ അടുപ്പെല്ലാം അവന്റെ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാ ഫ്രണ്ട്സിനെയും പറഞ്ഞു വിട്ടിട്ട് പ്രവീൺ ആകട്ടെ കനകത്തിനോട് കുറച്ചു നേരം കൂടി നിൽക്കാൻ പറയുന്നു. അമ്മയ്ക്ക് അത് ഒരുപാട് സന്തോഷമാകുമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ കനകം കുറച്ചു നേരം കൂടി അവിടെ നിൽക്കുന്നു. അവൾക്കും അവന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായി. അപ്പോഴേക്കും അവന്റെ അച്ഛൻ വന്നിട്ട് അവനെ വഴക്ക് പറയാൻ തുടങ്ങി. എന്തിനാ നീ വെറുതെ ഈ ജ്യൂസൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്, എന്തിനാ കാശ് കളഞ്ഞെന്ന്. എന്നാൽ അവൻ പറയുന്നുണ്ട് ഇന്ന് അമ്മയുടെ പിറന്നാളാ, അച്ഛനത് മറന്നുപോയോ, അതിന്റെ സെലിബ്രേഷനാണ് ഞാൻ നടത്തിയതെന്ന്. അവന്റെ അച്ഛനും ആകെ ഡൗട്ടായി. പക്ഷെ കനകം നിൽക്കുന്നത് കാരണം അയാൾ ഒന്നും പറഞ്ഞില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് കനകം അവിടെ നിന്ന് ഇറങ്ങി. അവന്റെ അച്ഛനും അമ്മയ്ക്കും പ്രവീണിന് കനകത്തിനോടുള്ള ഇഷ്ടമൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു. അവളെ ഓട്ടോ കയറ്റി വിടാൻ അവൻ പോയപ്പോ അവളാകട്ടെ അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിച്ചപ്പോ അവൻ പറയുന്നുണ്ട് തനിക്കൊന്നും പറയാനില്ല എന്ന്. അവൾ ഓട്ടോയിലേക്ക് കയറിയതും നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവനും ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഓട്ടോയിൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയി. പ്രവീൺ ആകെ വിഷമത്തിൽ നിൽക്കുകയായിരുന്നു. ആ സമയം അവൾ തല പുറത്തേക്കിട്ട് അവനോട് പറയുന്നുണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് 3 മൂവിയിലെ ധനുഷ് കാണിക്കുന്നത് പോലെ മുടി ബാക്കിലേക്ക് ആക്കി കാണിക്കില്ലേ, അങ്ങനെയൊന്ന് കാണിക്കാൻ. അവൾക്കത് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടായിരുന്നു പലപ്പോഴും അവൻ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അന്നൊന്നും അവൾ അത് മൈൻഡ് ചെയ്തില്ല. ഇന്ന് അവൾ അങ്ങനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിലും ഏകദേശം ഉറപ്പായി അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന്. അതിനിടയ്ക്ക് അവന്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് കനകത്തിന് ഇഷ്ടമാണോ എന്ന്. എന്നാൽ അവൻ പറയുന്നത് അവളോട് സംസാരിക്കുമ്പോഴും അവളുടെ രീതികൾ കാണുമ്പോഴും എല്ലാം എനിക്ക് അമ്മയെ തന്നെ ഓർമ്മ വരുന്നത്. അമ്മയെ പോലെ തന്നെയാണ് അവളും, അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. എന്നേക്കാൾ കൂടുതൽ നീ കനകത്തിനെ സ്നേഹിക്കുന്നു ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഒരിക്കലും അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നില്ല, പക്ഷെ അമ്മയുടെ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോൾ അവന്റെ അമ്മയ്ക്ക് വിഷമമായി. അവരാകട്ടെ ഉണ്ണികൃഷ്ണനോട് പറയുന്നുണ്ട് നാളെ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മകൻ നമ്മളെക്കാളൊക്കെ കൂടുതൽ അവളെ സ്നേഹിക്കാൻ തുടങ്ങും. എനിക്കത് ആലോചിച്ചിട്ട് തന്നെ വിഷമാവുന്നു. ഞാൻ അവനെ എന്തോരം സ്നേഹിച്ചാ വളർത്തിയത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന്. നീയാണെങ്കിലും എന്നെ സ്നേഹിച്ചതുകൊണ്ടല്ലേ നിന്റെ വീട്ടുകാരെ വിട്ടിട്ട് വന്നത്. അപ്പൊ പിന്നെ നമ്മളെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പൊ അവൻ സ്കൂളിൽ പഠിക്കുകയല്ലേ, ഇനി ഒരുപാട് വർഷങ്ങളുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു ചിന്തയും വേണ്ടെന്നാണ് ഉണ്ണികൃഷ്ണൻ അവരോട് പറയുന്നത്. അങ്ങനെ ഇവരുടെ +2 കൾച്ചറൽ പ്രോഗ്രാം നടക്കുകയാണ്. അതിന്റെ സെക്രട്ടറി ആകട്ടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പയ്യനും. സ്റ്റേജിൽ കയറി ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ഈ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് ഒരു സ്ലോട്ട് വാങ്ങണം. എന്നാൽ നിന്നെ പോലുള്ള പയ്യന്മാർക്കൊന്നും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനുള്ള ഒരു പെർമിഷനും ഞാൻ തരില്ല എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. അതോടെ സിദ്ധാർത്ഥും കൂട്ടരും പ്രവീണും കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാക്കുതർക്കമായി. പക്ഷെ പ്രോഗ്രാമിന്റെ അന്ന് സിദ്ധാർത്ഥിനെയും കൂട്ടരെയും റൂമിൽ പൂട്ടിയിട്ട ശേഷം പ്രവീണും കൂട്ടരും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നു. ആ ദേഷ്യത്തിൽ സിദ്ധാർത്ഥ് പ്രവീണുമായിട്ട് വഴക്കിടാൻ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വഴക്കുണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഈ പ്രശ്നം തീർക്കാൻ വന്നത് കനകമായിരുന്നു. കനകത്തിനോട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെ ഒരു പയ്യനല്ലേ ഇവന് പല പെമ്പിള്ളാരുമായിട്ട് ബന്ധമുണ്ടെന്ന്. എന്നാൽ കനകമാകട്ടെ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട് പ്രവീൺ ഏത് ടൈപ്പ് പയ്യനാണെന്ന് തനിക്കറിയാം, നീ എന്നോടത് പറയേണ്ട കാര്യമില്ലെന്ന്. ആ സമയം പോലും സിദ്ധാർത്ഥിന്റെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കനകം പ്രവീണിനെയായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കനകത്തിനെ അവൻ പ്രണയിക്കാൻ തുടങ്ങിയതോടുകൂടി അവന്റെ രീതികളിലും സംസാരത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. മുൻപ് അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടികളെ പോലെ ഒന്നും ആയിരുന്നില്ല അവന് കനകം. അത് അവന്റെ ഫ്രണ്ട്സിനും മനസ്സിലായി തുടങ്ങിയിരുന്നു. നീ മുൻപ് സ്നേഹിച്ചിരുന്നതൊന്നും പ്രണയമായിരുന്നില്ല, ഇതാണ് നിന്റെ റിയൽ ലവ് എന്ന് അവന്റെ ഫ്രണ്ട്സ് അവനോട് പറഞ്ഞതോടുകൂടി ധൈര്യം സംഭരിച്ച് അവൻ കനകത്തിനോട് തന്റെ പ്രണയം തുറന്നു പറയാൻ പോകുന്നു. അങ്ങനെ ഇവരുടെ ലാസ്റ്റ് എക്സാമിന് മുൻപ് ഒരു ഫെയർവെൽ ഉണ്ടായിരുന്നു. അന്ന് അവനാകട്ടെ അവളോട് പറയുന്നുണ്ട് ഞാൻ മുൻപുണ്ടായിരുന്നത് പോലെ അല്ല എന്ന്. നീ എന്റെ ലൈഫിൽ വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈഫ് ലോങ് നീ എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പറഞ്ഞിട്ട് അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതോടുകൂടി അവൾ ആകെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. നമുക്കിടയിൽ ഉണ്ടായിരുന്ന വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. നീ അതിനെ മറ്റു രീതിയിൽ കണ്ടതാണ്. എനിക്ക് നിന്നോട് ഒരു പ്രണയവും ഇല്ല. നിന്നെ എനിക്ക് അങ്ങനെ കാണാൻ പോലും പറ്റില്ല. അവൾ അവനോട്
ദേഷ്യപ്പെട്ടു പോയി. അതോടെ അവൻ ആകെ സങ്കടത്തിലായി. അവൻ തകർന്നിരിക്കുന്ന കണ്ടിട്ട് അവന്റെ ഫ്രണ്ട്സ് അവനെ ആശ്വസിപ്പിക്കാൻ വരുന്നു. ആ സമയത്താണ് അവന്റെ ഒരു ഫ്രണ്ടിന്റെ മുഖത്ത് അടി കിട്ടിയ പാടവൻ കാണുന്നത്. എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥും കൂട്ടരും എന്നെ തല്ലിയതാണെന്ന്. കനക റിജക്ട് ചെയ്ത ദേഷ്യവും സിദ്ധാർത്ഥിനോടുള്ള ദേഷ്യവും എല്ലാം കാരണം പ്രവീൺ നേരെ പോയി സിദ്ധാർത്ഥിനെ അടിക്കുന്നു. പിന്നെ ഈ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ അടിയായി മാറി. രണ്ടുപേർക്ക് നല്ല പരിക്ക് പറ്റി. ഇതോടെ പേരൻസിനെ എല്ലാം പ്രിൻസിപ്പൽ വിളിപ്പിച്ചു. പ്രവീണിന്റെ അമ്മയും വന്നു. പ്രവീണാണ് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കമിട്ടത്. അതുകൊണ്ട് അവനെ ഇവിടുന്ന് ടി സി കൊടുത്ത് പറഞ്ഞു വിടുവാണെന്നും ഇതുപോലുള്ള പയ്യന്മാരെ ഇനി ഇവിടെ വെച്ചേക്കില്ല എന്ന് പറയുന്നു. എന്നാൽ അവന്റെ അമ്മയാകട്ടെ പ്രിൻസിപ്പലിനോടും സിദ്ധാർത്ഥിന്റെ പേരൻസിനോടും എല്ലാം കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. തന്റെ മകന്റെ ഭാവി നശിപ്പിക്കരുത്, അവനെ ടി സി കൊടുത്ത് പറഞ്ഞു വിടരുതെന്ന്. ഇവരുടെ ഒന്നും കാല് പിടിക്കണ്ടെന്ന് പ്രവീൺ പറഞ്ഞെങ്കിലും അവര് കേട്ടില്ല. ആ വിഷമത്തിലും സങ്കടത്തിലും അവർ കൊഴിഞ്ഞു വീഴുന്നു. ആകെ ടെൻഷനായിട്ട് എല്ലാവരും അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞ് ഉണ്ണികൃഷ്ണനും അവിടേക്ക് എത്തി. സരോജയ്ക്ക് ഒരു മൈൽഡ് ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അവരുടെ ഹാർട്ടിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു ചെറിയ സർജറി നടത്തണം. സരോജയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം പ്രവീൺ ആണെന്ന് ഉണ്ണികൃഷ്ണൻ അറിയാം. അയാൾ അവനോട് നല്ല ദേഷ്യത്തിലായിരുന്നു. അവനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ അമ്മയെ ഞാൻ വിവാഹം ചെയ്ത ശേഷം അവൾക്കൊരു പോറല് പോലും ഉണ്ടാക്കാതെയാ ഇത്രയും കാലം കൊണ്ടു നടന്നത്. നീ ഞങ്ങളുടെ ലൈഫിൽ വന്നത് അവൾ ഈ അവസ്ഥയിലാക്കാനാണോ എന്ന് അയാൾ ചോദിക്കുന്നു. ഇനി നീ അവളുടെ അടുത്ത് പോലും കണ്ടുപോകരുത്, അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് അയാൾ പറയുന്നത്. പ്രവീണിനും എല്ലാത്തിനും നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെ ചെലവുകളും സരോജയുടെ കാര്യങ്ങളും എല്ലാം ഉണ്ണികൃഷ്ണൻ ഒറ്റയ്ക്കാണ് നോക്കിയത്. കയ്യിൽ കാശിന് കുറവ് വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സ്വർണം വരെ എടുത്ത് അയാൾ പണയം വെക്കുന്നു. അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞ് പതിയെ റിക്കവറായി സരോജ വീട്ടിലേക്ക് എത്തി. സരോജയോട് ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, വേറൊരു നായ്ക്കളോടും ചോദിക്കണ്ടെന്ന്. അത് പ്രവീണിന്റെ ഉദ്ദേശം തന്നെയായിരുന്നു അയാൾ പറഞ്ഞത്. പ്രിൻസിപ്പൽ വീണ്ടും പ്രവീണിന്റെ അച്ഛനെ സ്കൂളിലേക്ക് വിളിപ്പിക്കുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളാൻ. അവനെ ഇവിടെ എടുക്കുകയോ അതോ പിരിച്ചു വിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ദേവി ഇത് ഇവന്റെ കാര്യം പറഞ്ഞിട്ട് ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് അയാൾ പറയുന്നത്. അവന്റെ പേരൻസ് പോലും അവനെ കൈയൊഴിഞ്ഞ രീതിയിലായിരുന്നു സംസാരിച്ചത്. അതൊക്കെ കൊണ്ട് പ്രിൻസിപ്പലിന് ദയ തോന്നിയിട്ട് അവനോട് പറയുന്നുണ്ട്, തൽക്കാലം നീ ക്ലാസ്സിൽ കയറിക്കൊള്ളാൻ. അത്രയും ദിവസം അവൻ ക്ലാസ്സിന് വരാത്തത് കാരണം കനകവും കുറച്ച് വിഷമത്തിലായിരുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം അവനെ കണ്ടപ്പോൾ എല്ലാവരും അവനോട് എന്തു പറ്റി, പ്രിൻസിപ്പൽ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ ആരോടും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. കനക അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് നിന്നെ ഇപ്പൊ പ്രണയിക്കാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് ഓൾറെഡി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ലൈഫിൽ. നിന്നെ സംബന്ധിച്ച് നിനക്ക് ഫ്യൂച്ചറിനെ പറ്റി ഒരു ചിന്തയുമില്ല. മര്യാദയ്ക്ക് ഒരു എക്സാം പോലും പാസ്സാകുന്നില്ല. +2 പോലും നീ പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ പ്രണയിക്കുന്നതെന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ ഇത് കേട്ട് അവന്റെ ഫ്രണ്ട്സ് അവളോട് പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. നീ പറയുന്ന കേട്ടത്തോന്നും ഇവൻ +2 പാസ്സായി കഴിഞ്ഞാൽ നീ അവനെ സ്നേഹിക്കുമെന്ന്. അവന്റെ കൂട്ടുകാർ അങ്ങനെ പറഞ്ഞത് കേട്ട് കനകോകട്ടെ അവനോട് പറയുന്നുണ്ട്, നീ +2 നന്നായിട്ട് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ പ്രണയിക്കുമെന്ന്. വീട്ടിലെത്തിയ അവനും ഇതെല്ലാം ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കണമെന്ന് അവന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. എക്സാമിന് 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അവൻ തന്റെ ഫ്രണ്ട്സിനെ എല്ലാം വീട്ടിലേക്ക് വിളിച്ച് കമ്പൈൻ സ്റ്റഡി നടത്തുന്നു. അവന്റെ ഈ മാറ്റം അവന്റെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സ്പെഷ്യൽ ട്യൂഷൻ അവൻ പോയി. എന്നിട്ടും മനസ്സിലാകാത്ത ഡൗട്ടുകൾ ടീച്ചേഴ്സിനോട് പേഴ്സണലി ചോദിച്ചു മനസ്സിലാക്കി. ഇതെല്ലാം കണ്ട് അവന്റെ അമ്മയാകട്ടെ അവന്റെ അച്ഛനോട് പറയുന്നുണ്ട്, പ്രവീണിലെ മാറ്റമൊക്കെ നിങ്ങൾ കണ്ടുവെന്ന്. എന്നാൽ അയാൾ തിരിച്ചു പറയുന്നത്, അവൻ ഇങ്ങനെയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നീ ഹോസ്പിറ്റലാകേണ്ടി വന്നു. അതിനുശേഷം ഈ മാറ്റമൊക്കെ കണ്ടു തുടങ്ങിയത്. അങ്ങനെ എക്സാം അടുത്തു. ഹാൾ ടിക്കറ്റ് വിതരണം ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എക്സാം എഴുതണമെന്ന് പ്രിൻസിപ്പലും പറയുന്നു. ഫസ്റ്റ് എക്സാമിന്റെ അന്ന് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി അവൻ പോകാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് അവന്റെ അമ്മയ്ക്ക് ചെറുതായിട്ട് നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞത്. അത് കേട്ട് ആകെ ടെൻഷനായി അവനാകട്ടെ എക്സാമിന് പോകാതെ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവന്റെ അമ്മ പലതവണ പറഞ്ഞതാണ് പബ്ലിക് എക്സാം ആണ് മിക്സ് ആക്കരുതെന്ന്. എന്നാൽ അവനതൊന്നും കേട്ടില്ല. അവൻ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഉണ്ണികൃഷ്ണനും വിവരമറിഞ്ഞ് അവിടെ ഓടിയെത്തി. എന്നാൽ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, സരോജയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഗ്യാസ് കയറിയതാണെന്ന്. ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചതായിരിക്കാം. സരോജ എഴുന്നേറ്റ് വന്ന് ഇവരോട് പറയുന്നുണ്ട്, എന്റെ കാര്യം വിട്ടേക്ക്, അവന്റെ എക്സാം ആണെന്ന് അവനെ എങ്ങനെയെങ്കിലും സ്കൂളിലെത്തിക്കാൻ. അതറിഞ്ഞതോടുകൂടി ഉണ്ണികൃഷ്ണനും അവനെ പെട്ടെന്ന് സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നു. കുറച്ച് ലേറ്റ് ആയെങ്കിലും അവനെ അവർ എക്സാം എഴുതിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അവന്റെ മനസ്സിലൂടെ അവന്റെ അമ്മയുടെ അവസ്ഥയൊക്കെയായിരുന്നു കടന്നുപോയത്. അവൻ എഴുതാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് കുറെ ഡേയ്സ് കഴിഞ്ഞ് അവന്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. ഇതിനു മുൻപൊക്കെ അവന്റെ റിസൾട്ട് നോക്കാൻ പോകുന്നതിന്റെ അന്ന് അവന്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവന്റെ അമ്മയ്ക്കായിരുന്നു എപ്പോഴും താല്പര്യം. ഈ പ്രാവശ്യം അവന്റെ അമ്മയോടൊപ്പം അവനും റിസൾട്ട് നോക്കാൻ പോകുന്നു. കൂടാതെ അവന്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് സ്കൂളിലേക്ക് എത്തുമ്പോൾ റിസൾട്ടിന് വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടെയുള്ളൊരു ബോർഡില് പ്രവീണിന്റെ ഫോട്ടോ അവന്റെ അമ്മ കണ്ടത്. നീ എന്താണ് കാണിച്ചത്? ബോർഡിൽ നിന്റെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് അവർ ചോദിക്കുന്നു. എന്നാൽ അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും പറയുന്നുണ്ട്, ആ ഫോട്ടോ വെച്ചിരിക്കുന്നത് റാങ്ക് നേടിയ കുട്ടികളുടേതാണെന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് പ്രവീണ് 9th റാങ്ക് വാങ്ങിയെന്ന്. പാസ്സാകുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരു പയ്യൻ റാങ്ക് വാങ്ങി നടന്നതോടുകൂടി എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായി. പ്രവീണിനോട് എല്ലാവരും കൺഗ്രാറ്റ്സ് പറയുന്നു. അവന്റെ അച്ഛന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. തന്റെ മകനെ ആലോചിച്ച് അയാൾ അഭിമാനം കൊള്ളുന്നു. പ്രവീൺ ഫ്രണ്ട്സിനെ എല്ലാം കാണുന്നുണ്ട്. അവന്റെ ഫ്രണ്ട്സും എല്ലാവരും പാസ്സായിട്ടുണ്ടായിരുന്നു. ആ സമയം കനക അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ കനകത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ അവനോട് പറയുന്നുണ്ട്, നീ പാസ്സായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കൂടാതെ റാങ്ക് വാങ്ങിച്ചിരിക്കുന്നുവെന്ന്. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് അവൾ പറയുന്നു. കൂടാതെ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് തന്റെ മനസ്സിൽ ഇഷ്ടം അവൾ തുറന്നു പറയാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ പെട്ടെന്ന് പ്രവീൺ അവളോട് നീ ഇഷ്ടമൊന്നും പറയണ്ടെന്ന് പറയുന്നു.
എന്നിട്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് താൻ ഇത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായതെന്ന് അവൻ തുറന്നു പറയുകയാണ്. അവന്റെ എക്സാമിന്റെ തലേന്ന് അവന്റെ അച്ഛൻ സ്ഥിരമായിട്ട് മദ്യപിച്ചിട്ട് വരുന്നത് പോലെ അന്നും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അയാൾ ഇംഗ്ലീഷിൽ അവനോട് വിഷമം പറഞ്ഞത് അയാളുടെ പഴയ പ്രണയകഥയൊന്നും ആയിരുന്നില്ല, അവനെ പറ്റിയുള്ള കഥയായിരുന്നു. അവൻ ജനിച്ച സമയത്ത് അവർ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ള കാര്യം. കൂടാതെ അയാൾ പറയുന്നുണ്ട്, തനിക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പലരുടെ അടുത്ത് നിന്ന് ഒരുപാട് അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നെ പോലെ എന്റെ മകനും ആകരുതെന്ന് കരുതിയിട്ടാണ് നിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പഠിപ്പിക്കാൻ നോക്കിയത്. വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും ആ അവസ്ഥയിലൂടെ നീ കടന്നു പോകാൻ പാടില്ല. എല്ലാവരും വിദ്യാഭ്യാസം ഇല്ലാത്തത് കാരണം ഞാൻ എങ്ങും എത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അമ്മ മാത്രമാണ് എന്നെ വിശ്വസിച്ചത്. ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ ആൻഡ്രി എന്നെ ഇട്ടിട്ട് പോയിട്ടും എനിക്ക് നല്ലൊരു സരോജയെ കിട്ടി. ഒന്നും അല്ലാതിരുന്ന എന്നെ ഈ ബേക്കറിയൊക്കെ ഇട്ട് ഇന്ന കടയുടെ മുതലാളിയാക്കിയതും അവൾ തന്നെയാണ്. പക്ഷെ അപ്പോഴും വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ഒരു വേദന എന്റെ മനസ്സിലുണ്ട്. നീ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അല്ലാതെ എനിക്ക് നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ എപ്പോഴും നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ പോലെ നീ ആകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നോട് എപ്പോഴും പഠിക്കണമെന്നും നല്ല മാർക്ക് വാങ്ങിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ നിമിഷം തന്റെ അച്ഛന്റെ മനസ്സ് പ്രവീൺ കാണുന്നുണ്ടായിരുന്നു. അയാൾ അവനോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛനും അമ്മയും നിന്നെ സ്നേഹിക്കുന്ന പോലെ ലോകത്ത് മറ്റാരും സ്നേഹിക്കില്ല എന്ന്. ഇതെല്ലാം കേട്ട് പ്രവീണിന്റെ കണ്ണു നിറഞ്ഞു. അതുകൊണ്ട് തന്നെയായിരുന്നു അവൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതും. അവൻ കനകത്തിനോട് പറയുന്നുണ്ട്, ഞാൻ +2 പാസ്സായെങ്കിൽ മാത്രമേ നീ എന്നെ പ്രണയിക്കൂന്നാ പറഞ്ഞത്. ഞാൻ പാസ്സായില്ലായിരുന്നെങ്കിൽ നീ എന്നോട് ഇഷ്ടം തുറന്നു പറയാൻ വരില്ലായിരുന്നു. പക്ഷെ ഞാൻ പാസ്സായില്ലെങ്കിൽ പോലും എന്റെ വീട്ടുകാരൊരു 3 ദിവസത്തേക്ക് എന്നോട് പിണങ്ങിയിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ അവർ വീണ്ടും നോർമലായിട്ട് എന്നോട് സംസാരിക്കും. പ്രണയത്തിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും പാടില്ല. അങ്ങനെയുള്ളത് ഒരു റിയൽ പ്രണയമല്ല. പക്ഷെ നീ എന്റെ ലൈഫിൽ വന്നതോടുകൂടി പല കാര്യങ്ങളും ഞാൻ പഠിച്ചു. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ടെന്നും അവൻ പറയുന്നു. അവളുടെ മുന്നോട്ടുള്ള ലൈഫിൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്നും പോകുന്നത്. അവൻ ചെല്ലുമ്പോഴാകട്ടെ അവന്റെ അമ്മ അവന്റെ ഫ്ലെക്സിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ചൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയ ഫോണിൽ അവർ 3 പേരും നിന്നൊരു ഫോട്ടോ എടുക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.